അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഇൻഷാ അല്ലാഹ് മാല മൗലിദുകളിലെ വഹാബി തിരിമറികളെ സംബന്ധിച്ച് ഒരല്പം പറയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമുക്കറിയാം, മാലയിലും മൗലിദുകളിലുമൊക്കെ പല ബൈത്തുകളെയും എടുത്തുകൊണ്ട് പുത്തൻവാദികൾ ആ ബൈത്തുകളിൽ ഷിർക്കുണ്ട്, അതുകൊണ്ട് മൗലിദ് ഓതൽ ഷിർക്കാണ്, മൗലിദ് ഓതുന്നവർ മുശ്രിക്കുകളാണ്, മാല ചൊല്ലുന്നവർ മുശ്രിക്കുകളാണ് എന്ന് ഘോരഘോരം പ്രസംഗിച്ച് നടക്കുന്നത് നാം കാണാറുണ്ട്. അത്തരത്തിലുള്ള വിമർശിക്കപ്പെടുന്ന ചില ബൈത്തുകൾ, അതിൻ്റെ പ്രാമാണികമായ വിശകലനം നടത്താനാണ് തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി എന്ന് നാമൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ ബൈത്തിൽ പുത്തൻവാദികൾ വിമർശിക്കുന്ന വിഷയം മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിൽ നിന്ന് സൃഷ്ടികളെ രക്ഷിക്കുന്ന ആളാണ്, സംരക്ഷിക്കുന്ന ആളാണ്, ജഹന്നമാകുന്ന നരകത്തിനെ തൊട്ട് സൃഷ്ടികളെ കാക്കുന്ന ആളാണ് എന്ന് ഈ ബൈത്തിലൂടെ പറയുന്നുണ്ട്. അതെങ്ങനെ പറയാൻ പറ്റുമോ? നരകത്തെ തൊട്ട് കാക്കുക എന്നത്, നരകത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നത് അത് അള്ളാഹുവിനെ കഴിയുകയുള്ളൂ. ആ അള്ളാഹുവിൻ്റെ മാത്രം കഴിവിൽപ്പെട്ട അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചാർത്തി കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് എന്നാണ് വഹാബികൾ പറയാറുള്ളത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൃഷ്ടികളാകുന്ന നമ്മെ എല്ലാവരെയും ജഹന്നമാകുന്ന നരകത്തെ തൊട്ട് രക്ഷിക്കുന്നവർ തന്നെയാണ്. റസൂലുള്ളാഹി തങ്ങൾ തന്നെ ആ വിഷയം പല പ്രാവശ്യമായിട്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. മതലി വമതലുക്കും കമതലി റജുലിൻ ഔഖദ നാറൻ, എന്റെയും നിങ്ങളുടെയും ഉപമ, നബി തങ്ങൾ സഹാബത്തിനെ ഇരുത്തിയിട്ട് പറയുകയാണ്, എന്റെയും നിങ്ങളുടെയും ഉപമ കമതലി റജുലിൻ ഔഖദ നാറൻ, ഒരു വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ പോലെയാണ്. എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? ഫജഅലൽ ജനാദിബു വൽ ഫറാശു യഖഅന ഫിഹാ, ആ കത്തിച്ചു വെച്ച വിളക്കിലേക്ക്, തീയിലേക്ക് പാറ്റകളും പ്രാണികളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. വഹുവ യദുബ്ബുഹുന്ന, ആ മനുഷ്യൻ അതിൻ്റെ അരികിലിരുന്നു കൊണ്ട് ആ പ്രാണികളെയും പാറ്റകളെയും എല്ലാം ആട്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെയാണ് എന്റെയും നിങ്ങളുടെയും ഉപമ. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, വഅന ആഖിദും ബിഹുജസികും അനിന്നാർ, നരകത്തിനെ തൊട്ട് നിങ്ങളുടെ ഊരക്കെട്ടുകളെ ഞാൻ പിടിച്ചു വലിക്കുന്നതാണ്. വഅൻതും തഫല്ലതൂന മിൻ യദി, എത്തരത്തിൽ നിങ്ങളാണെങ്കിലോ എൻ്റെ കയ്യിൽ നിന്ന്, ഞാൻ നിങ്ങൾ നരകത്തിലേക്ക് വീഴുന്നതിനെ തൊട്ട് പിടിച്ചിങ്ങനെ വലിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വഴുതി മാറിക്കൊണ്ട് വീണ്ടും ആ നരകത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതുപോലെ തീ കത്തിച്ചു വെച്ച് അതിലേക്ക് പ്രാണികൾ വന്നിങ്ങനെ വീഴാൻ നോക്കുമ്പോൾ ആ മനുഷ്യൻ പ്രാണികളെ ആട്ടി ഓടിക്കുന്നത് പോലെ അങ്ങനെ ആട്ടി ഓടിച്ചാലും പാറ്റകൾ വീണ്ടും ആ തീയിലേക്ക് തന്നെ വന്ന് വീഴും. ഇതുപോലെ നരകത്തിനെ തൊട്ട് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും അതിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. കണ്ടില്ലേ, നരകത്തിനെ തൊട്ട് രക്ഷിക്കുന്നവരാണ്, സംരക്ഷിക്കുന്നവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇനി മാത്രമല്ല, മറ്റൊരു ഹദീസ് കൂടി നോക്കാം. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. എന്താണത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്മി ഫിൽ ഖുർആനി മുഹമ്മദുൻ, ഖുർആനിൽ എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. വഫിൽ ഇൻജീലി അഹ്മദു, ഇൻജീലിൽ എൻ്റെ പേര് അഹ്മദ് എന്നാണ്. വഫി തൗറാത്തി അഹീദുൻ, തൗറാത്തിൽ എൻ്റെ പേര് അഹീദ് എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി വിശദീകരിക്കുന്നു, വ ഇന്നമാ സുമ്മീതു അഹീദൻ, എനിക്ക് അഹീദ് എന്ന് പേര് വെക്കപ്പെട്ടത് ലി അന്നി അഹീദു ഉമ്മത്തി അന്നാരി ജഹന്നം, എന്താ കാരണം? ലി അന്നി, ഞാൻ അഹീദ് ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിനെ രക്ഷിക്കുന്നവരാണ്, അന്നാരി ജഹന്നം, ജഹന്നമാകുന്ന നരകത്തിനെ തൊട്ട് എൻ്റെ ഉമ്മത്തിനെ രക്ഷിക്കുന്നവരാണ് ഞാൻ, അതുകൊണ്ടാണ് എനിക്ക് അഹീദ് എന്ന് പേര് വെക്കപ്പെട്ടത് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതാണ് നാം മൗലിദിലൂടെ പാടുന്നത്, മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി, നാളെ ജഹന്നമാകുന്ന നരകത്തെ തൊട്ട് നമ്മെ രക്ഷപ്പെടുത്തുന്ന ആളാണ് ഹബീബ് റസൂലുള്ളാഹ്. നബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണത്. ഇതിനെയാണ് ഇന്നത്തെ വഹാബികൾ, പുത്തൻവാദികൾ ഇതിൽ ശിർക്കുണ്ട്, അതുകൊണ്ട് മൗലിദ് ഓതൽ ശിർക്കാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വഹാബികളാൽ വിമർശിക്കപ്പെടുന്ന മറ്റൊരു ബൈത്താണ് അബ്ദൂക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു. ഈ ബൈത്തിലൂടെ പുത്തൻവാദികൾ പറയാറുള്ളത്, മിസ്കീനായ അങ്ങയുടെ അടിമ അങ്ങയുടെ ഔദാര്യത്തിനെ ആഗ്രഹിക്കുന്നു എന്ന് ഈ ബൈത്തിലൂടെ പറയുന്നുണ്ട്. അവിടെ അബ്ദുക, നബിയുടെ അടിമ എന്നാണ് പറയുന്നത്.
നാം ഒന്നും നബിയുടെ അടിമകളല്ലല്ലോ, നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമകളല്ലേ, പിന്നെ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമകൾ എന്ന് പറയുക? അങ്ങനെ പറയുന്നതോടുകൂടി ശിർക്ക് വന്നു. അതുകൊണ്ട് തന്നെ മൗലീദ് ഓതൽ ശിർക്കാണ്. ഇതാണ് പുത്തൻവാദികളുടെ മറ്റൊരു ആരോപണം. എന്നാൽ എന്താണ് അതിന്റെ മാന? റസൂലുള്ളയാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മുടെ സൃഷ്ടാവ് റസൂലാണ്, ആ റസൂലിന്റെ സൃഷ്ടാവാകുന്ന റസൂലിന്റെ അടിമയാണ് നമ്മൾ എന്ന അർത്ഥത്തിനാണോ? ഒരിക്കലുമല്ല. മറിച്ച് ഹബീബായ നബി തങ്ങളിൽ നാം അങ്ങ് അലിഞ്ഞു ചേർന്നു. ആ അലിഞ്ഞു ചേർന്നതോടുകൂടി നമ്മൾ റസൂലുള്ളാഹി തങ്ങളുടെ അടിമയെ പോലെയായി. ഏതുപോലെ? നമ്മൾ പറയാറില്ല ചില ആളുകളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സിഗരറ്റിന്റെ അടിമയാണ്, അല്ലെങ്കിൽ കള്ളിന്റെ അടിമയാണ് എന്ന് പറയും. എന്താണ് അതിന്റെ മാന? അദ്ദേഹം സിഗരറ്റ് വലിച്ചങ്ങ് അതിന് അഡിക്റ്റായി കഴിഞ്ഞു, അല്ലെങ്കിൽ കള്ളു കുടിച്ച് അതിന് അഡിക്റ്റായി കഴിഞ്ഞു. അല്ലാതെ സിഗരറ്റാണ് അദ്ദേഹത്തെ സൃഷ്ടിച്ചത് എന്നാണോ, അല്ലെങ്കിൽ കള്ളാണ് അദ്ദേഹത്തെ സൃഷ്ടിച്ചത് എന്നാണോ അതിന്റെ മാന? ഒരിക്കലുമല്ല. എന്നാൽ അങ്ങനെ പറയാൻ പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടിമയാണ് നമ്മൾ എന്ന് പറയാൻ പറ്റുമോ? നബി തങ്ങൾ തന്നെ നമ്മളെ അടിമ എന്ന് വിളിച്ചിട്ടില്ലേ? വിശുദ്ധമായ ഖുർആനിൽ സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്ത് നോക്ക്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു എന്ത്? ഖുൽ, നബിയെ തങ്ങൾ പറയുക, യാ ഇബാദി, എന്റെ അടിമകളെ, യാ ഇബാദി, എന്റെ അടിമകളെ. ആരാണ് പറയുന്നത്? അള്ളാഹുവിന്റെ റസൂലാണ് വിളിക്കുന്നത്. യാ ഇബാദി, എന്റെ അടിമകളെ. അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തിനോട് അക്രമം കാണിച്ച എന്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിനെ തൊട്ട് നിങ്ങൾ ആശമുറിഞ്ഞവരാവരുത്. അവിടെ കണ്ടില്ല, യാ ഇബാദി, എന്റെ അടിമകളെ എന്നാണ് റസൂലുള്ളാഹി വിളിക്കുന്നത്. ശിർക്കായോ? എന്നാൽ ഇവിടെ ചിലപ്പോൾ വഹാബികളെ ന്യായീകരിക്കാറുണ്ട്, അത് അള്ളാഹുവാണ് വിളിക്കുന്നത്. ഖുൽ യാ ഇബാദി എന്ന് പറഞ്ഞാൽ എന്റെ അടിമകളെ എന്ന് വിളിക്കുന്നത് അള്ളാഹുവാണ് എന്നാണ് പറയാറുള്ളത്. അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെ വഹാബികളെ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് എന്ന് പറയാം? അള്ളാഹു വിളിക്കാണ്, യാ ഇബാദി, എന്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അള്ളാഹിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശമുറിയരുത് എന്ന്. അതെങ്ങനെ? അല്ല വേറെ ഈ യാ ഇബാദി എന്ന് വിളിച്ച അല്ല വേറെയാണോ? അല്ലെങ്കിൽ അള്ളാഹു ഇവിടെ പറയേണ്ടത് യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് അള്ളാഹുവാണ് നമ്മെ വിളിക്കുന്നത് എന്ന് വെക്കുകയാണെങ്കിൽ പിന്നെ പറയേണ്ടത് എങ്ങനെയാണ്? ലാ തഖ്നതു മിർ റഹ്മത്തി എന്നല്ലേ? എന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശമുറിയരുത് എന്നല്ലേ പറയേണ്ടത്? അല്ലാതെ ലാ തഖ്നതു മിർ റഹ്മത്തില്ല എന്നാണോ പറയേണ്ടത്? അള്ളാഹിന്റെ റഹ്മത്തിനെ തൊട്ട് അങ്ങനെയാണോ പറയേണ്ടത്? ഒരിക്കലുമല്ല. അപ്പൊ ഇവിടെ ഖുൽ, നബിയെ തങ്ങൾ പറയുക, ഇനി പറയുന്നത് മുഴുവനും റസൂലുള്ളാഹിയാണ്. യാ ഇബാദി, എന്റെ അടിമകളെ. അപ്പൊ നബി തങ്ങൾ നമ്മെ വിളിക്കുന്നു യാ ഇബാദി, അടിമകളെ എന്ന് വിളിക്കുന്നു. എന്ന് മാത്രമല്ല, ഇതുപോലെ എത്ര എത്ര പ്രയോഗങ്ങളുണ്ട് ഖുർആനിൽ. ഈ യാ ഇബാദി എന്ന് വിളിക്കുന്നത് അള്ളാഹു ആണ് എന്ന് അർത്ഥം വെക്കുകയാണെങ്കിൽ മൗലവി സൂറത്ത് അൻആമിന്റെ 162-ാമത്തെ ആയത്തിൽ കാണാം, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താണ് അതിന്റെ അർത്ഥം? ഖുൽ, നബിയെ തങ്ങൾ പറയുക, ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരം, വനുസുക്കി വമഹ്യായ വമമാതി, അതുപോലെ എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ കർമ്മങ്ങളെല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ. ആർക്കാണ്? അള്ളാഹുവിനിക്കാണ്. ഇവിടെ ഇന്ന സ്വലാത്തി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്. റസൂലുള്ളാഹി തങ്ങളാകുന്ന എന്റെ സ്വലാത്ത്, അതാണ് അതിന്റെ മാന. വഹാബി നേരത്തെ അർത്ഥം വെച്ചതുപോലെ യാ ഇബാദി എന്നതിന് അള്ളാഹു ആണ് വിളിക്കുന്നത് എന്ന് അർത്ഥം വെച്ചതുപോലെ ഇവിടെയും അർത്ഥം വെക്കേണ്ടി വരൂലേ? അപ്പൊ പിന്നെ എങ്ങനെ അർത്ഥം വെക്കുക? ഇന്ന സ്വലാത്തി, അല്ല പറയാണ് അള്ളാഹിന്റെ നിസ്കാരം, വനുസുക്കി വമഹ്യായ വമമാതി, അള്ളാഹുവിന്റെ ജീവിതവും അള്ളാഹുവിന്റെ മരണമോ? അള്ളാഹിന്റെ മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ആർക്ക്? അള്ളാഹുവിനിക്കാണ്. അപ്പൊ അള്ളാഹിന്റെ നിസ്കാരം, അള്ളാഹിന്റെ മരണം, അള്ളാഹിന്റെ ജീവിതമൊക്കെ അള്ളാഹ്ക്കാണ് എന്നല്ലേ മൗലവിയോട് അർത്ഥം വെക്കേണ്ടി വരിക? അപ്പോ അതിന്റെ മാന എന്താണ്? അത് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരം, അതുപോലെ എന്റെ മരണവും എന്റെ ജീവിതവും എല്ലാം അള്ളാഹുവിനിക്കാണ്. അതേപോലെ തന്നെയാണ് യാ ഇബാദി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വിളിക്കുന്നത് എന്റെ അടിമകളെ. ഇനി നോക്ക്, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി ചുമതലയേറ്റപ്പോൾ മഹാനവർകൾ മിമ്പറിൽ കയറി അവിടുത്തെ മുമ്പിലിരിക്കുന്ന സ്വഹാബത്തിനോട് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗിക്കുന്നതിനിടയിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ അടിമയും നബി തങ്ങളുടെ ഖാദിമുമായിരുന്നു. കിതാബുൽ മുസ്തദ്റക്കിൽ കാണാം, ലമ്മാ ഉല്ലിയ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി ചുമതലയേറ്റപ്പോൾ ഖതബന്നാസ അലാ മിമ്പരി റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പറിൽ വെച്ചിട്ട് ജനങ്ങളോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചു. ഫഹമിദല്ലാഹ വഅത്ന അലൈഹി, അല്ലാഹുവിനെ ഹംദ് ചെയ്ത് അല്ലാഹുവിനെ പ്രശംസിച്ച് എന്നിട്ട് സുമ്മ ഖാല, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ജീവിക്കുന്ന സമയം ഞാൻ ഒരു പരിക്കൻ സ്വഭാവക്കാരനായിരുന്നു, കുറച്ച് സ്ട്രോങ് ഉള്ള ആളായിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവാം. അപ്പോദാലിക, അത്രയും സ്ട്രോങ് ആയ രീതിയിൽ അന്ന് ഞാൻ പെരുമാറാനുണ്ടായ കാരണം അന്നീ ഖദ് കുൻതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഞാൻ നബി തങ്ങളോട് കൂടെയായിരുന്ന സമയത്ത് ഉണ്ടായ സംഭവങ്ങളാണ്. ആ സ്വഭാവം നബി തങ്ങളോട് കൂടെ ജീവിച്ചിരുന്ന ആ സമയത്ത് ഞാൻ പ്രകടിപ്പിച്ചതാണ്. ഫകുൻതു അബ്ദഹു വഖാദിമഹു, കാരണം അന്ന് ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ അടിമയായിരുന്നു, വഖാദിമഹു, റസൂലുള്ളാഹി തങ്ങളുടെ ഖാദിമുമായിരുന്നു. എത്തരത്തിൽ? വകാന കമാ ഖാലല്ലാഹു ബിൽ മുഅ്മിനീന റഊഫുർ റഹീമ, റസൂലുള്ളാഹി തങ്ങളാണെങ്കിലോ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നബി തങ്ങളെ പരിചയപ്പെടുത്തിയത് തന്നെ അവിടുന്ന് വലിയ കാരുണ്യമുള്ളവരും കൃപയുള്ളവരുമാണ്, ലോല ഹൃദയമുള്ളവരാണ്. ആ നിലക്ക് നബി തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ ഒരു ലളിതമായ ലോലമായ ഹൃദയമുള്ള പരുക്കൻ സ്വഭാവമില്ലാത്ത
ആളുകളാകുമ്പോൾ പല ആളുകളും ശത്രുക്കളും അത് മുതലെടുത്തുകൊണ്ട് ഒക്കെ വരുമ്പോൾ അവിടെ പരുക്കൻ സ്വഭാവത്തിൽ ഞാൻ നിന്നില്ലായിരുന്നു എങ്കിൽ അത് നമുക്ക് വലിയ നഷ്ടം സംഭവിക്കും. അതുകൊണ്ട് ആ നബിതങ്ങളോട് കഴിഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ചില സ്വഭാവങ്ങളൊക്കെ ഒന്ന് കടുത്ത സ്വഭാവം എടുത്തതാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങളാരും എന്നെ പറ്റി അങ്ങനെ ധരിക്കണ്ട എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പ്രസംഗിച്ചപ്പോൾ പറയുകയാണ്. എന്താണ് അവിടെ ഉപയോഗിച്ചത്? നമ്മുടെ തെളിവതാണ്. ഫകുൻതു അബ്ദഹു, ഉമർ റളിയല്ലാഹു പറയാണ്, ഞാൻ നബിതങ്ങളുടെ അടിമയായിരുന്നു. അത് അബ്ദുകൽ മിസ്കീനു യർജു. ഉമർ റളിയല്ലാഹു റസൂലുള്ളാഹി തങ്ങളുടെ അടിമയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് എന്തുകൊണ്ട് നാം റസൂലുള്ളാഹി തങ്ങളുടെ അടിമയാണ് എന്ന് പറഞ്ഞുകൂടാ? അപ്പൊ ഈ രീതിയിലാണ് വഹാബികൾ ഇന്ന് ആരോപിച്ചുകൊണ്ടിരിക്കുന്ന, വിമർശിച്ചുകൊണ്ടിരിക്കുന്ന മാലയിലും മൗലിദുകളിലുമൊക്കെ ഉള്ള ബെയ്ത്തുകൾ പ്രാമാണികമായി ഓരോന്നും നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കും. അതുപോലെ മറ്റൊരു ബെയ്ത്താണ് ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസരിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഈ ബെയ്ത്തിലൂടെ അറ്റമില്ലാത്ത തെറ്റുകൾ ചെയ്ത, ദോഷം ചെയ്ത ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവരാതി പറയുകയാണ്. അപ്പോൾ ഇവിടെ പുത്തൻവാദികൾ വിമർശിക്കുന്നത്, ആവരാതി പറയേണ്ടത് അള്ളാഹുവിനോടല്ലേ, അതിങ്ങനെ റസൂലുള്ളാഹിനോട് പറയാൻ പറ്റുമോ? അപ്പൊ നബി തങ്ങളോട് ആവരാതി പറയുന്നതോട് കൂടി അത് ശിർക്കായി, മൗലിദ് ഓതൽ ശിർക്കാണ്, അത് ഓതുന്നവർ മുശ്രിക്കാണ് എന്നാണ് പുത്തൻവാദികളുടെ മറ്റൊരു ആരോപണം. എന്നാൽ വിശുദ്ധമായ ഖുർആനിൽ വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും, സ്വന്തം ശരീരത്തിനോട് അക്രമം കാണിച്ച ആളുകൾ, ജാഊക, അവർ നബിയെ അങ്ങയുടെ അടുക്കൽ വന്നാൽ, ഫസ്തഗ്ഫറുല്ലാഹ, എന്നിട്ട് അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു, വസ്തഗ്ഫറ ലഹുർ റസൂലു, അവർക്ക് വേണ്ടി, ആ തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകൾക്ക് വേണ്ടി റസൂലുള്ളയും പാപമോചനം തേടിയാൽ, പൊറുക്കലിനെ ചോദിച്ചാൽ, ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹു തആല അവരുടെ തൗബ സ്വീകരിക്കും എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം. എന്താണ് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്? അത് അയുർഷിദു തആല, അല്ലാഹു തആല മാർഗം കാണിച്ചു തരുന്നു. അൽ ഉസാത വൽ മുദ്നിബീന, തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകളോട് അല്ലാഹു തആല മാർഗം, വഴി കാണിച്ചു തരുന്നു. ഇദാ വഖഅ മിൻഹുൽ ഖതഉ വൽ നിസ്യാൻ, അവരിൽ നിന്ന് വല്ല തെറ്റുകളും വന്നു പോയാൽ അവരെന്ത് ചെയ്യണം എന്നാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അവരെന്താ ചെയ്യേണ്ടത്? അയ്യഉതു ഇല റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ചെല്ലണം. എന്നിട്ട് ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു, റസൂലുള്ളാഹി തങ്ങളുടെ അരികിൽ വെച്ച് അവർ അള്ളാഹുവിനോട് പാപമോചനം തേടണം, പൊറുക്കലിനെ തേടണം. മാത്രം പോരാ, വയസ്അലൂഹു, ആ തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകൾ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കണം, അയ്യസ്തഗ്ഫിറ ലഹും, അവർക്ക് വേണ്ടി പാപമോചനം തേടാൻ, പൊറുക്കലിനെ തേടാൻ വേണ്ടി ആരോട് പറയണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണം. നോക്ക്, ഇബ്നു കസീറാണ് ഈ വിശദീകരണം പറയുന്നത്. തെറ്റ് ചെയ്ത ആളുകൾ റസൂലുള്ളാഹി തങ്ങളുടെ അരികിൽ ചെന്ന് അള്ളാഹുവിനോട് പാപമോചനം ചെയ്യണം എന്ന് മാത്രമല്ല പറഞ്ഞത്, പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും എന്ത് പറയണം? പാപമോചനം തേടാൻ വേണ്ടി ആവശ്യപ്പെടണം. അപ്പൊ നബിയെ, ഞങ്ങൾ തെറ്റുകൾ ചെയ്തിരിക്കുന്ന നബിയെ, ആ തെറ്റുകളൊന്ന് പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മുടെ ആവരാതി ബോധിപ്പിക്കണം എന്ന് ആരാ പറയുന്നത്? ഇബ്നു കസീർ. അതാ ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസരിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അങ്ങനെ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഫഇന്നഹും ഇദാ ഫഅലൂ ദാലിക, അങ്ങനെ അവർ ചെയ്തു കഴിഞ്ഞാൽ, താബല്ലാഹു അലൈഹിം, അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കും, വറഹിമഹും, അല്ലാഹു അവർക്ക് റഹ്മത്ത് ചെയ്യും, വഗഫറ ലഹും, അവരുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. അല്ലേ? എന്ന് മാത്രമല്ല, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് വീണ്ടും ഇബ്നു കസീർ അവിടെ വിശദീകരിക്കുന്നത് കാണാം. ഈ ആയത്ത് മനസ്സിലാക്കി ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അരികിൽ വന്നുകൊണ്ട് നബി തങ്ങളോട് ആവരാതി പറയുന്ന സംഭവം മഹാനായ അത്തബി റളിയല്ലാഹു അൻഹു ഹികായത്ത് ചെയ്തതായ ആ സംഭവം ഇബ്നു കസീർ അവിടെ വിശദീകരിക്കുന്നുണ്ട്. എന്താണത്? ഖാല കുൻതു ജാലിസൻ ഇൻദ ഖബറിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത്തബി എന്നവർ പറയുകയാണ്, നബി തങ്ങളുടെ ഖബറിന്റെ അരികിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഫജാ അഅറാബിയുൻ, ഒരു അഅറാബി വന്നു. ഫഖാല, എന്നിട്ട് അഅറാബി പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് സലാം പറയുകയാണ്. ഏതാണ് ഈ ആൾ? ഈ അഅറാബി ആരാണ്? പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ആ സ്വഹാബിയായ ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസ്നി എന്നവരാണ് ആ അഅറാബി എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും സലാം പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? സമയത്തുല്ലാഹ യഖൂലു, അല്ലാഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ അല്ലാഹു പറഞ്ഞത്? വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വഖദ് ജിഅ്തുക, നബിയെ, അങ്ങയുടെ അരികിൽ ഞാൻ വന്നിരിക്കുന്നു. മുസ്തഗ്ഫിറൻ ലിദംബി, ഞാൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്ക് പാപമോചനം തേടുന്നവരായിട്ട് ഞാൻ അങ്ങയുടെ അടുക്കൽ വന്നിരിക്കുന്നു. മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, നബിയെ, അങ്ങയെ കൊണ്ട് എന്റെ റബ്ബിലേക്ക് ശഫാഅത്ത് തേടുന്നവരായിട്ടും ഞാൻ ഇതാ അങ്ങയുടെ അരികിൽ വന്നിരിക്കുന്നു. എന്നിട്ട് തുമ്മൻ സറഫൽ അറാബിയു, ആ അറാബി അവിടുന്ന് തിരിഞ്ഞുപോയി.
അത്തബി പറയുകയാണ് ഫഗലബത്തിനി ഐനി, അങ്ങനെ ഞാൻ അവിടെ കടന്നുറങ്ങി, അല്പം അങ്ങ് ഉറങ്ങി. ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി നൗമി, ആ ഉറക്കിൽ റസൂലുള്ളാഹി തങ്ങളെ ഞാൻ കണ്ടു. ഫഖാല, റസൂലുള്ള പറഞ്ഞു, യാ അത്തബി, ഓ അത്തബി, ഇൽഹഖിൽ അറാബിയ, നീ ആ അറാബിയുടെ അരികിൽ ചെല്ലണം. ഫബശ്റുഹു, എന്നിട്ട് അദ്ദേഹത്തിനോട് സന്തോഷം അറിയിക്കണം. ഇന്നല്ലാഹ ഖദ് ഗഫറ ലഹു, അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട് എന്ന സന്തോഷം അറിയിക്കുകയും ചെയ്യണം എന്ന് റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നത്തിലൂടെ അത്തബിയെ അറിയിക്കുകയാണ്. നോക്കുക, അതാണ് ഇർതകബതു അലൽ ഖതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ചെന്നുകൊണ്ട് ആവലാതി പറയുകയാണ്. അപ്പോ ഈ ആവലാതി പറയുന്നത്, ശികായത്ത് പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവലാതി പറയുന്നത്, അത് അള്ളാഹു നമ്മെ പഠിപ്പിച്ചതാണ്. മാത്രമല്ല സ്വഹാബത്തും നമ്മെ പഠിപ്പിച്ചതാണ്. അത് പണ്ഡിതന്മാർ നമ്മെ വിശദീകരിച്ച് നമുക്ക് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നാം ബൈത്തിലൂടെ മൗലിദിലൂടെ റസൂലുള്ളാഹി തങ്ങളോട് ആവലാതി പറയുന്നു. ഒരിക്കലും അതിൽ ശിർക്ക് വരുന്നില്ല. ശിർക്ക് വരും എന്നുള്ളത് വഹാബികൾ തൊള്ളപൊട്ട് പറയുക എന്നല്ലാതെ അതിനൊന്നും ഒരു അടിസ്ഥാനവുമില്ല എന്ന് നാം മനസ്സിലാക്കണം.